സുഹൃത്തുക്കളെ, 2 ദിവസം മുമ്പ് നമ്മുടെ കരിമ്പിൽ ഭാഗത്ത് പഴയ മീറ്റർ മാറ്റിയിട്ട് സ്മാർട്ട് മീറ്റർ വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി റീചാർജിലൂടെയാണ് ഈ മീറ്ററിൻ്റെ പ്രവർത്തിക്കുക. അപ്പോൾ റീഡിങ്ങിനൊന്നും ആൾ വരില്ല. ആദ്യം സർക്കാർ തലങ്ങളിലുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെയാണ് ആദ്യം ഇത് പരിശീലിച്ച് വരുന്നത്. എത്രത്തോളം ഇതിൻ്റെ ക്ലിയറിങ്സ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ പരിശീലിച്ച് ആദ്യം സർക്കാർ സ്ഥാപനങ്ങളൊക്കെയാണ്. തൃശ്ശൂർ ഭാഗങ്ങളിലും അതുപോലെ തന്നെ അതർ സ്റ്റേറ്റുകളിലൊക്കെ ഇതിൻ്റെ പുതിയ സ്മാർട്ട് മീറ്റർ വെച്ച് അതിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കരിമ്പിൽ നിന്ന് കണ്ട ഒരു കാഴ്ചയാണിത്. അപ്പോൾ നമ്മൾ വീടുകളിൽ എത്തിക്കഴിഞ്ഞാൽ റീഡിങ്ങിനൊന്നും ആളുകൾ വരില്ല. നമ്മൾ റീചാർജ് ചെയ്യുക, ഒരു 1000 രൂപയ്ക്കൊക്കെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഉപയോഗം എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ നമ്മൾ കൂടുതൽ കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമുക്കിത് കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റീചാർജ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനമാണ് ഇനി മുതൽ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ മീറ്റർ, ആദ്യത്തെ റീഡിംഗ് മീറ്ററുകൾ മാറ്റി പുതിയ സ്മാർട്ട് മീറ്ററുകൾ വെച്ച് തുടങ്ങുക. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ അത് ഫിറ്റ് ചെയ്യുന്ന കാഴ്ച ആ വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉടനെ നമ്മുടെ ഭാഗത്തും ജില്ലയിലൊക്കെ ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള പരിശീലനം കൂടിയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള അതിൻ്റെ ചെക്കിങ് കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ ഇതുപോലെ ഇലക്ട്രിക് പോസ്റ്റുകളിലുമാണ് വെച്ച് തുടങ്ങുന്നത്. ഇതിപ്പോൾ ദേശീയപാത തന്നെ 66 പുതിയ റോഡിൻ്റെ സ്ട്രീറ്റ് ലൈറ്റിന് വരുന്ന കണക്ഷൻ്റെ ഭാഗത്താണ് ഈ ഒരു സ്മാർട്ട് മീറ്റർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ ഷോർട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.